ഒമാനെ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒമാന് പിന്തുണയുമായി ഇറാൻ. ഹോർമുസ് വിഷയത്തിലുള്ള പ്രതികരണത്തിനിടയിലാണ് ട്രംപ് ഒമാനെ പരാമർശിച്ചത്. അവിവേകത്തിന് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. MC നാസർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. MC, എന്താണ് ഇറാന്റെ നിലപാട് ഇക്കാര്യത്തിൽ? വിനീഷ, വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒമാനെതിരെ നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കപ്പൽപാതയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നിയന്ത്രണം അവിടെ ഒരു നിലക്കും സമ്മതിക്കുകയില്ല, അത് സ്വതന്ത്ര കപ്പൽപാതയായി തന്നെ തുടരണം എന്ന പ്രതികരണം നടത്തിയ അതേ ട്രംപാണ് തുടർന്ന് ഇനി ഒമാനാണെങ്കിലും മറ്റു രാജ്യങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറിയില്ലെങ്കിൽ ഒമാനെ തകർക്കും എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ട്രംപിന്റെ ഈ പ്രതികരണം ഒരു കേവലമായിട്ട് വന്നിരിക്കുന്ന ഒരു നാക്കുപിടയാണെന്ന് കരുതാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് US സ്റ്റേറ്റ് വകുപ്പ് പ്രത്യേകമായി തന്നെ ആ വീഡിയോ പ്രതികരണം തങ്ങളുടെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി തന്നെയാണ് ഇത്തരമൊരു പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ഏറ്റവും അടുത്ത് സഖ്യകക്ഷികളായിട്ടുള്ള ഈ അതിലൊരു രാജ്യത്തിനെതിരെ ഇത്രയും കടന്നാക്രമണ സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയ ട്രംപിന്റെ ആ ഒരു സമീപനം മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ആശങ്ക, പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാൻ ഈ സന്ദർഭത്തെ ഫലപ്രദമായി തന്നെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലുമാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഒമാന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിൽ ഒമാനൊപ്പം തങ്ങൾ നിലയുറപ്പിക്കുമെന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് നായകത്വം വഹിച്ച, മധ്യസ്ഥത വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൾഫ് രാജ്യം കൂടിയാണ് ഒമാൻ. 2015 ഇറാനും വൻശക്തി രാജ്യങ്ങളുമായിട്ടുള്ള കരാർ ഒപ്പിടുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച രാജ്യം കൂടിയാണ് ഒമാൻ. ആ ഒമാനെയാണ് മറ്റു രാജ്യങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറിയില്ലെങ്കിൽ തകർക്കുമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള മധ്യസ്ഥ നീക്കങ്ങളെ, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇറാനും അമേരിക്കയും തമ്മിൽ തുടരുന്ന ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതായിട്ട് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. കാരണം ഹോർമുസിന്റെ കാര്യത്തിലാവട്ടെ, ആണവ വിഷയത്തിലാവട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലും തികച്ചും അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കരാർ മാത്രമേ തങ്ങൾ അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, 3 ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയും ഇറാന് നേരെ ഹോർമുസിന്റെ ഭാഗത്ത് ബന്ദർ അബ്ബാസ് തുറമുഖ ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും ആക്രമണം ഉണ്ടായത്. 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഈ മേഖലയിലുള്ള ഒരു അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെ തങ്ങൾ തിരിച്ചടിച്ചതായിട്ട് ഇറാൻ സേനയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഏത് കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്ന കാര്യം IRGC സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കുവൈത്തിന് നേരെ ഡ്രോണുകൾ വന്നത് ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുവെന്ന് കുവൈത്ത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കരാറിലേക്ക് വരും, അതോടുകൂടി പ്രതിസന്ധി തീരും, ഹോർമുസ് കടലിടുക്ക് തുറക്കപ്പെടും എന്ന വലിയൊരു പ്രത്യാശ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടുള്ള ട്രംപിന്റെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ നിരന്തരമായിട്ടുള്ള ഇറാൻ നേരെയുള്ള ആക്രമണങ്ങൾ ഇത് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയാണ്. ശരി, MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.